നമസ്കാരം. വിവാദങ്ങളെന്നും വിവാദങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എം.ആർ. അജിത് കുമാർ എന്ന ADGP. ആദ്യം ശബരിമലയെ തകർക്കാൻ നോക്കി. അതിനുശേഷം തൃശൂർ പൂരം തകർക്കാൻ ഒരു ശ്രമം നടത്തി, അതിനെ തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ മന്ത്രിമാരുടെ കണ്ണിലെ ഒരു കരടായി അജിത് കുമാർ മാറി. അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും ഉയർന്നുകേട്ട പേരാണ് ADGP എം.ആർ. അജിത് കുമാർ. ഓരോ പ്രശ്നങ്ങളിലും ചെന്ന് തലയിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കക്ഷി. പൂരം കലക്കിയത് അജിത് കുമാർ എന്നതിൽ കലിപൂണ്ട് നിൽക്കുകയാണ് മന്ത്രി രാജനും അടക്കമുള്ള മന്ത്രിമാരും. അജിത് കുമാറിന് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടി എടുക്കണമെന്ന് DGP ആഭ്യന്തര സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേശപ്പുറത്തേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന് പിണറായി എന്ത് നടപടിയെടുക്കും, അഥവാ ക്ലീൻ ചീറ്റ് നൽകുമോ എന്ന ആകാംക്ഷയിലാണ് കേരള പോലീസ്. ആ ഒരു ആകാംക്ഷയിൽ നിൽക്കുമ്പോഴാണ് അജിത് കുമാറിന്റെ പേരിൽ ഇതാ ഇപ്പോൾ അടുത്ത പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഒറ്റ നിമിഷം കൊണ്ടാണ് ഹൈക്കോടതിയിൽ കേസുകൾ കീഴ്മേൽ മറിഞ്ഞത്. തിരുവല്ല പോലീസ് ഡ്രൈവറെ പ്രതിയാക്കി പമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്തിനെന്നോ, അജിത് കുമാറിനെ പമ്പ മുതൽ സന്നിധാനം വരെ ട്രാക്ടറിൽ ഇരുത്തിക്കൊണ്ടുപോയതിന്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മേശപ്പുറത്തെത്തുമ്പോൾ ഹൈക്കോടതി അത് വലിച്ചു കീറിയില്ലെങ്കിൽ അത് ഹൈക്കോടതിയുടെ മാന്യത എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ട്രാക്ടറിന്റെ ഉടമസ്ഥാവകാശം വരുന്നത് DGP ആണ്. DGP അറിയാതെ ആ ട്രാക്ടറിൽ ഒരു പോലീസ് കോൺസ്റ്റബിളും കയറിയിരിക്കില്ല, ഒരു പോലീസ് കോൺസ്റ്റബിളും ചാവി തിരിക്കില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആ ട്രാക്ടറിൽ അവിടെ നിന്ന് സഞ്ചരിക്കില്ല. അപ്പോൾ DGPയെ ഒന്നാം പ്രതിയാക്കി അജിത് കുമാറിനെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കാൻ നമ്മുടെ കേരള പോലീസിന് കഴിയില്ല. അതിന് ബലിയേടാകുന്നത് പാവം ഇതുപോലത്തെ പോലീസ് കോൺസ്റ്റബിൾമാർ. നിലവിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം. ADGPയുടെ ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അജിത് കുമാറിന്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോളി സംവിധാനമോ അല്ലെങ്കിൽ ആംബുലൻസിന്റെ സഹായമോ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യം കോടതി ഉയർത്തുന്നുണ്ട്. യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടറിലല്ലോ ഉപയോഗിച്ചത്, ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉപയോഗിച്ചത്. ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ വിധിക്ക് വിരുദ്ധമാണെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. ദേവസ്വം ബെഞ്ചാണ് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. യാത്രയുടെ ചിത്രങ്ങൾ പരിശോധിച്ചുവെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും യാത്ര ചെയ്യരുതെന്നും അത് നിയമവിരുദ്ധമാണെന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 2021 ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഏതൊക്കെ ചരക്കുകൾ ഏതൊക്കെ സമയങ്ങളിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി കടത്താമെന്ന ഉത്തരവ് ഹൈക്കോടതി അന്ന് പുറപ്പെടുവിച്ചിരുന്നു. ട്രാക്ടറിൽ ഡ്രൈവർ അല്ലാതെ മറ്റാരും പോകരുതെന്നും ഉത്തരവുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ട്രാക്ടർ വഴി യാത്ര ചെയ്യരുതെന്ന് ഉത്തരവുണ്ട്. എന്നാൽ ഇവ ലംഘിച്ചാണ് ADGP യാത്ര നടത്തിയത്. ഏറെക്കാലം ശബരിമലയുടെ ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉന്നതൻ ആ നിയമമെല്ലാം ലംഘിച്ചുവെന്നാണ് കോടതി കണ്ടെത്തിയത്. ദർശനത്തിനായി എം.ആർ. അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ചട്ടലംഘനമാണെന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. നവഗ്രഹ പ്രതിഷ്ഠാ പൂജയ്ക്കായി നട തുറന്നിരിക്കെ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് എം.ആർ. അജിത് കുമാർ പമ്പയിലെത്തിയത്. തുടർന്ന് പോലീസിന്റെ ട്രാക്ടറിൽ സന്നിധാനത്തേക്ക് പോയി. ദർശനം നടത്തിയ അടുത്ത ദിവസം വീണ്ടും അതേ ട്രാക്ടറിൽ മലയിറങ്ങി. ചുരുക്കം പറഞ്ഞാൽ സന്നിധാനത്തിനുടനീളം CCTV ക്യാമറ ഉണ്ടെങ്കിലും അതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. അപകട സാധ്യത മുൻനിർത്തി ട്രാക്ടറിൽ ആളെ കയറ്റുന്നത് ഹൈക്കോടതിയുടെ നിരോധനമുണ്ട്. ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ. തീർത്ഥാടനത്തിനായി നട തുറന്നിരിക്കുമ്പോൾ ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി ആവർത്തിച്ച് നിർദ്ദേശം നൽകുന്നതാണ്. സംഭവത്തിൽ ശബരിമല കമ്മീഷനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. അതേസമയം യാത്രയിൽ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ആ കേസെടുത്തതിന്റെ FIR ആണ് പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. പാവം ട്രാക്ടർ ഓടിച്ച പോലീസ് കോൺസ്റ്റബിൾ ഒന്നാം പ്രതി. കൂടാതെ മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം കോൺസ്റ്റബിളിനെതിരെ നടപടിയും വരുന്നു. പോലീസിന്റെ ഉടമസ്ഥയിലുള്ള ട്രാക്ടറിലാണ് അജിത് കുമാർ യാത്ര നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡ്രൈവർ. സന്നിധാനത്ത് U-ടേണിന് മുമ്പ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ എത്തി. അവിടെ ADGP ഇറങ്ങുന്നു. പിന്നീട് നടന്നാണ് പോയത്. U-ടേൺ മുതൽ ദേവസ്വം ബോർഡിന്റെ CCTV ക്യാമറയുണ്ട്. ഞായറാഴ്ച നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ADGP വൈകിട്ടോടെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തെത്തി ട്രാക്ടറിൽ പമ്പയിലേക്ക് തിരിച്ചു.
സ്വാമി അയ്യപ്പൻ റോഡിൽ 1-ാം വളവിൽ തന്നെ വന്നിറങ്ങി പമ്പയിലേക്ക് നടന്നു. ADGPയുടെ ട്രാക്ടർ യാത്രയുടെ ഫോട്ടോ ഒരാൾ എടുത്തതാണ് വിഷയം ഹൈക്കോടതി വരെ എത്തിയത്. സ്പെഷ്യൽ കമ്മീഷണർക്ക് രഹസ്യമായി ഫോട്ടോ അയച്ചു കൊടുത്തു എന്നാണ് വിവരം. CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാനാണ് കയറാനും ഇറങ്ങാനും നിശ്ചിത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത് എന്നാണ് സൂചന. അയ്യപ്പന്മാരെ കസേരയിൽ ഇരുത്തി ചുമന്ന് സന്നിധാനത്തേക്ക് എത്തിക്കുന്ന ഡോളി തൊഴിലാളികളാണ്. ട്രാക്ടറുകളിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് 12 വർഷം മുമ്പ് ഹൈക്കോടതി ഹർജിയായി എത്തിയിരുന്നു. അതായത് ഹൈക്കോടതിയിൽ ഒരു ഹർജിയായി എത്തി. പണം വാങ്ങി സ്വാമിമാരെ കൊണ്ടുപോകുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്നു എന്നായിരുന്നു അവരുടെ വാദം. ട്രാക്ടർ യാത്രാവാഹനമല്ലാത്തതും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതോടെയാണ് ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നത് 2012 ഹൈക്കോടതി നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് ഇറക്കിയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.